നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നുണ്ടായത് ജോയിന്റ് ലൈഫ് പോളിസിയാണ്. ജോയിന്റ് ലൈഫ് പോളിസിക്ക് 3 തരം ട്രീറ്റ്മെന്റ് ഉണ്ട്. എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, പിന്നെ അസറ്റ് ആൻഡ് റിസർവ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഓക്കെ, ഫസ്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് എന്താ പറയുന്നത് വെച്ചാൽ, അത് നമ്മൾ ഓരോ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുമ്പോൾ സാധാ എക്സ്പെൻസ് ഇൻകർ ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി അത് വെച്ചിട്ട് ചെയ്തു. എന്താ ജേർണൽ എൻട്രി? എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു എക്സ്പെൻസ്. ഇത്രയേ ഉള്ളൂ ജേർണൽ എൻട്രി. എക്സ്പെൻസിന് പകരം അവിടെ നമ്മൾ എന്ത് ചെയ്യും? JLP എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യും. കിട്ടുമ്പോൾ എന്താ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഒരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത ഒരു ഐറ്റം നമുക്ക് കിട്ടുമ്പോൾ അത് ഇൻകം ആണ്. ഓട്ടോമാറ്റിക്കലി ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഇൻകം, ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു JLP റിസീവ്ഡ് എന്നാവും. അതും ക്ലോസ് ചെയ്യണം. JLP റിസീവ്ഡ് അക്കൗണ്ട് അപ്റ്റഡ് ടു P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് ആർക്കുള്ളതാ? പാർട്ട്നേഴ്സിനുള്ളതാണ്. അതുകൊണ്ട് അത് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ജേർണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്റ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പഠിപ്പിച്ചത് ജേർണൽ എൻട്രി. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന കേസാണ്. അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് അസറ്റ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കുമ്പോൾ ജേർണൽ എൻട്രി സെയിം പാസ് ചെയ്താൽ മതി. ജേർണൽ എൻട്രി JLP അക്കൗണ്ട് അപ്റ്റഡ് ടു ക്യാഷ്. ഓക്കെ, ഇയർ എൻഡ് ആവുമ്പോൾ നമ്മുടെ ഈ JLP എന്ന് പറയുന്നത് സറണ്ടർ വാല്യൂലേക്ക് ആക്കണം. ഓക്കെ, എന്താക്കണം? സറണ്ടർ വാല്യൂലേക്ക് ആക്കണം. എന്തുകൊണ്ട്? അതായത് അവിടെ കൺസർവേറ്റിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അതായത് ഇറ്റ് ഷുഡ് ബി വാല്യൂഡ് കോസ്റ്റ് ഓർ NRV വിച്ച് എവർ ഈസ് ലോവർ. നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കൊല്ലവും നമ്മൾ എന്ത് ചെയ്യും? അത് സറണ്ടർ വാല്യൂലേക്ക് എത്തിക്കണം. അത് കുറേ ആൾക്കാർ ഇന്നലെ നല്ല നല്ല ഡൗട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മാക്സിമം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്കും ഓക്കെ ആയിട്ടുണ്ട് വിശ്വസിക്കുന്നു. ഓക്കെ, ഡൗട്ട് ഉള്ളവർ ചോദിക്കണം, അത്രേ ഉള്ളൂ. ക്ലാസ് തന്നെ എല്ലാം മനസ്സിലാവണം നിർബന്ധമില്ല. ബി ഫ്രാങ്ക്. ഓക്കെ, തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് JLP ആൻഡ് റിസർവ് ആണ് തേർഡ് മെത്തേഡ്. ഓക്കെ, JLP അസറ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യും, പിന്നെ അതിന് കൂടെ ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ മക്കളെ, റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ജേർണൽ എൻട്രി എന്താ മക്കളെ? റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ജേർണൽ എൻട്രി എന്താ? കേസ് 3 JLP as an asset and JLP reserve is created. JLP reserve is created. ഓക്കെ, അതായത് നമ്മളിപ്പോ മൂന്നാമത്തെ കേസിലേക്കാണ് പോകുന്നത്. JLP as an asset and JLP reserve is created. റിസർവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ റിസർവ് എന്നാണ് ജേർണൽ എൻട്രി. ഓക്കെ, ഇതാണ് ജനറൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ആണ് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ജനറൽ റിസർവിന് എപ്പോൾ പ്രോഫിറ്റ് ബാലൻസ് ആണ് ഇങ്ങനെ ജേർണൽ എൻട്രി ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ P&L അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ജനറൽ റിസർവ് എന്നും ജേർണൽ എൻട്രി പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ അതിൽ നിങ്ങൾ കുറച്ച് അങ്ങോട്ട് എത്തിയാൽ ആദ്യം പഠിക്കുന്നതാണ്. ഇത് എഴുതിയാലും ഇത് രണ്ട് ജേർണൽ എൻട്രി പാസ് ചെയ്താലും കറക്റ്റ് തന്നെയാണ്. പക്ഷെ അപ്രോപ്രിയേറ്റ് ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ജനറൽ റിസർവ് എന്ന്. കാരണം നിങ്ങൾ എവിടെയെങ്കിലും P&L അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ജനറൽ റിസർവ് എന്ന് കണ്ടാൽ പറയത് തെറ്റാന്ന്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ തേർഡ് കേസിലേക്ക് ഞാൻ പോകാം. തേർഡ് കേസിൽ ഫസ്റ്റ് തന്നെ പ്രീമിയം പേ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി JLP അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്, JLP അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. ഓക്കെ, JLP അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാഷ്. എത്ര എമൗണ്ട് വാട്ട് എവർ മേ ബി ദ എമൗണ്ട്. ഓക്കെ, നമ്മളൊരു എമൗണ്ട് പേ ചെയ്തു. ഫോർ എക്സാമ്പിൾ 10,000 rupees. ഓക്കെ, അടുത്തെന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അടുത്തെന്താന്ന് ചോദിച്ചാൽ അസറ്റ് ആയിട്ട് ട്രീറ്റും ചെയ്യും, അതിന് റിലേറ്റഡ് ആയിട്ട് ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്യണം. മക്കളെ ശ്രദ്ധിച്ചോ, ആ കൺസെപ്റ്റ് ക്ലിയർ ആയ ഈസിയാണ്. നമ്മൾ ഈ ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് എന്ന് ഒരു എമൗണ്ട് മാറ്റി വെക്കുന്നത് എന്തിന്? ഫ്യൂച്ചർ കണ്ടിൻജൻസി, എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള ഒരു കണ്ടിൻജൻസി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? ജനറൽ റിസർവ്, അല്ലെങ്കിൽ മാറ്റി വെക്കുന്നതാണ് ജനറൽ റിസർവ്. അതേപോലെ നമ്മുടെ ഫ്യൂച്ചറിൽ JLP റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കണ്ടിൻജൻസി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു റിസർവ് ക്രിയേറ്റ് ചെയ്യാം. ആ റിസർവിന്റെ പേരാണ് JLP റിസർവ്. പല റിസർവ്സ് ഉണ്ട് മക്കളെ. വർക്ക്മാൻ കോമ്പൻസേഷൻ റിസർവ്, ഇൻവെസ്റ്റ്മെന്റ് അലവൻസ് റിസർവ്, അങ്ങനെ കുറെ റിസർവ് ഉണ്ട്. എന്താണ്? ഓരോന്നിനും ഓരോ പേർപ്പസ് ഉണ്ടാവും. ജനറൽ റിസർവ് ജനറൽ പേർപ്പസ്,
ഇൻവെസ്റ്റ്മെന്റ് അലവൻസ് റിസർവ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇൻവെസ്റ്റ്മെന്റ് അലവൻസ് റിസർവ്. വർക്ക്മാൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി വർക്ക്മാൻ കോമ്പൻസേഷൻ റിസർവ്. അങ്ങനെ കുറെ റിസർവ് ഉണ്ട്. ഒന്നുമില്ല, റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് നമ്മൾ മാറ്റി വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്, അഥവാ പെട്ടെന്ന് ഒരു കണ്ടിൻജൻസി വന്നിട്ടുണ്ടെങ്കിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി. അതേപോലെ ശ്രദ്ധിക്കണേ, അതേപോലെ നമ്മൾ JLP റിലേറ്റഡ് എന്തെങ്കിലും കണ്ടിൻജൻസി ഉണ്ടെങ്കിൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ റിസർവിന്റെ പേരാണ് JLP റിസർവ്. ഓക്കെ, ഏത് റിസർവ് ക്രിയേറ്റ് ചെയ്തോട്ട് ജേർണൽ എൻട്രി സെയിമാ, പേര് മാത്രം മാറ്റിയാൽ മതി. എന്താ ജേർണൽ എൻട്രി എന്നോ, ഞാൻ ഇവിടെ P&L അക്കൗണ്ട് തൽക്കാലം എഴുതാം. ഓക്കെ, അപ്രോപ്രിയേഷൻ എഴുതുന്നില്ല, P&L അക്കൗണ്ട് എഴുതാം. P&L അക്കൗണ്ട് ഡെപ്റ്റ് ടു JLP റിസർവ്. എന്താ ജേർണൽ എൻട്രി? P&L അക്കൗണ്ട് ഡെപ്റ്റ് ടു JLP റിസർവ്. എത്ര എമൗണ്ട്? 10K എന്ന് നമുക്ക് കാണിക്കാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. 10K വേണമെങ്കിൽ കാണിക്കാം, അതിന്റെ കുറവും കാണിക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. അത് കമ്പനിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഡിസ്ക്രിപ്ഷനാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു JLP റിസർവ്. നിങ്ങൾ പുതിയതായിട്ട് ജേർണൽ എൻട്രി പഠിച്ച മക്കളെ ഇല്ല, ഞാൻ ജനറൽ റിസർവിന്റെ ജേർണൽ എൻട്രി അടിച്ച് എഴുതരുത്. ജനറൽ റിസർവ് ജനറൽ പർപ്പസ്, JLP റിസർവ് JLP റിലേറ്റഡ് ഫ്ലക്ച്വേഷൻസ്. കാരണം നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, JLP നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ പേ ചെയ്യുമ്പോൾ 10,000 രൂപയായിരിക്കും. ആ ഒരു കൊല്ലം നമ്മൾ അത് ഡിസിഷൻ എടുത്ത് എന്തിനു വേണ്ടിയിട്ട്, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് എന്താ സംഭവിക്കുക, അത് പിന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ നമുക്ക് 10,000 നമ്മൾ പേ ചെയ്താലും 10,000 കിട്ടൂല, അതിനെക്കാട്ടിയും കുറവാ കിട്ടുക. അതിനാ നമ്മൾ പറയാ സറണ്ടർ വാല്യൂ. എന്താ പറയാ? സറണ്ടർ വാല്യൂ. ശരിക്കും പറഞ്ഞാൽ അതൊരു ഫ്ലക്ച്വേഷൻ അല്ലേ മക്കളെ? അന്നേരം അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ വരുന്നുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിസർവിനെ പറയാ JLP റിസർവ്. എന്താ പറയാ? JLP റിസർവ്. ജേർണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു JLP റിസർവ് അക്കൗണ്ട്. മക്കൾ ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഈ 2 എൻട്രി പാസ് ചെയ്തതിനു ശേഷം ഇയർ എൻഡ് ആയിക്കാൻ നിങ്ങൾക്ക് അറിയാം, ഈ 10,000 ഫോർ എക്സാമ്പിൾ മാത്രമാണ് മക്കളെ, ഈ 10,000 ഇപ്പം സറണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ 8,000 കിട്ടും. ഈ 10,000 ഇപ്പം സറണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര കിട്ടും? 8,000 കിട്ടും. അതായത് there is a fluctuations. സാധാരണ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ ഞാൻ നിങ്ങളോട് ജേർണൽ എൻട്രി എന്താ പറഞ്ഞത്? P&L അക്കൗണ്ട് ഡെപ്റ്റ് ടു JLP സറണ്ടർ വാല്യൂലേക്ക് ആക്കാൻ വേണ്ടി. JLP കുറയണം, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക? P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. മക്കളെ ഇത് ഡിപ്രീസിയേഷൻ ചിന്തിക്കരുത്. ഞാൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു, കൺസെപ്റ്റിന്റെ മേലെ അപ്പുറം ഒന്നും പോകാൻ പറ്റില്ല. ഓക്കെ സർ, ഡിപ്രീസിയേഷന്റെ ജേർണൽ എൻട്രി അല്ല, ഡിപ്രീസിയേഷന്റെ പോലത്തെ ജേർണൽ എൻട്രി ബൈ ഹാർട്ട് പഠിക്കണ്ട. പക്ഷെ കൺസെപ്റ്റ് എന്താണ്? കൺസെപ്റ്റ് പ്രോപ്പർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൺസർവേറ്റീവ്സ് കൺസെപ്റ്റിന്റെ കൂടുതൽ മനസ്സിലായിട്ടെങ്കിൽ ചോദിക്കുക, വീണ്ടും പറഞ്ഞുതരും. എക്സാമ്പിൾ വെച്ച് വീണ്ടും പറയും. പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകും, നമ്മൾ പറഞ്ഞുതരും. പിന്നെ ഞാൻ ഒരു വോയിസ് അയക്കുന്നുണ്ടെങ്കിൽ ഫുൾ സ്ട്രെച്ച് ആയിരിക്കും ആ ടോപ്പിക്ക് മൊത്തം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, വേറെ ആരെങ്കിലും ചോദിച്ചാൽ അതന്നെ നമുക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പൊ അടുത്ത് എക്സാം ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു കുട്ടിയാണ് ഒരു ഡൗട്ട് വെച്ച്, ആ സെയിം ഡൗട്ട് ഒരു ബോയും കൂടി ചോദിച്ചു. ആ ബോയിയെ ഫസ്റ്റ് ചോദിച്ചു, എന്റെ ബോയ്ക്ക് ആൻസർ കൊടുത്തിട്ട് ഞാൻ മോനെ നിർത്താന്ന് മെസ്സേജ് അയക്കുന്നത്. ആ സെയിം വോയിസ് അയച്ചു കൊടുത്തു. ഞാൻ പറയുകയും ചെയ്തു, എന്ത് മോനെന്ന് വിളിച്ചത് ഇത് ഓൾറെഡി വേറൊരാൾ ചോദിച്ചോണ്ട് മാത്രമാണ്, വിചാരിക്കരുതല്ല. പെണ്ണിനെ മോനെന്ന് വിളിച്ചത്. അതുകൊണ്ടാ പറയുന്നത്, ജസ്റ്റ് അതൊന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, അതായത് ഞാൻ പറയുന്നത് ഇയർ എൻഡിൽ നമ്മളെ സറണ്ടർ വാല്യൂ 8,000 ആയി. എത്രയായി? 8,000. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. 8,000 ആയി. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന ചോദ്യം. 8,000 ആയ ഒരു പ്രശ്നമില്ല. 8,000 ആയി നമ്മൾ അതിന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്യണം. എന്താ ജേർണൽ എൻട്രി? സാധാരണ ജേർണൽ എൻട്രി P&L അക്കൗണ്ട് ഡെപ്റ്റ് ടു JLP. പക്ഷെ ഇനി നമ്മൾ P&L യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഈ ഫ്ലക്ച്വേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മളൊരു ഫ്ലക്ച്വേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു റിസർവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, ആദ്യം P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം ഓൾറെഡി ഇപ്പോൾ ഇവിടെ P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം നമ്മൾ അത് ഡെബിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ എന്ത് യൂട്ടിലൈസ് ചെയ്യണം? JLP റിസർവ് യൂസ് ചെയ്യണം. എന്ത് യൂട്ടിലൈസ് ചെയ്യണം? JLP റിസർവ് യൂട്ടിലൈസ് ചെയ്യണം. ജേർണൽ എൻട്രി എന്താ? JLP റിസർവ് ടു JLP അസറ്റ്. ഓക്കെ, എത്രയാണ് എമൗണ്ട്? 2,000. മക്കളെ 2,000 എങ്ങനെ വന്നേ നിങ്ങൾക്ക് അറിയാം. എക്സാമ്പിൾ നിങ്ങളോട് തന്നെയാണ് ഞാൻ പറയുന്നത്. 10,000 8,000 അങ്ങനെ ഞാൻ 2,000 വന്നു. മക്കളെ ഇതുവരെ ഓക്കെ ആണോ? ജേർണൽ എൻട്രീസ്
ഇങ്ങനെ എല്ലാ കൊല്ലം നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യണം. എന്താ ജേർണൽ എൻട്രി പാസ് ചെയ്യുക? അസറ്റ് വാങ്ങിക്കുമ്പോൾ പ്രീമിയം പേ ചെയ്യുമ്പോൾ അസറ്റ് പോലെ ട്രീറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? റിസർവ് ക്രിയേറ്റ് ചെയ്യുക. ഇയർ എൻഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ നമ്മൾ സറണ്ടർ വാല്യൂലേക്ക് ആക്കുന്നത് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ്. പക്ഷെ നമ്മൾ ഇവിടെ P&L അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇത് റിലേറ്റഡ് ആയിട്ട് സ്പെസിഫിക് റിസർവ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാം. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രീസ്. മക്കളെ ഇതെല്ലാം മനസ്സിലാക്കുക. പേ ചെയ്യുന്ന ജേർണൽ എൻട്രീസ് നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് അല്ല. കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് അവർ ഓൾറെഡി എൻട്രി പാസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം റെസിപ്റ്റിന്റെ ജേർണൽ എൻട്രീസ് ആണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ സ്റ്റിൽ എന്തുകൊണ്ട് ജേർണൽ എൻട്രീസ് വരുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഫസ്റ്റത്തെ എൻട്രീസ് ഒന്നും കൂടി മനസ്സിലാക്കണം. അറ്റ് ദ ടൈം ഓഫ് റെസിപ്റ്റ് നോക്കിയോ. അറ്റ് ദ ടൈം ഓഫ് റെസിപ്റ്റ് നേരത്തെ നമ്മൾ പഠിച്ച സെയിം ജേർണൽ എൻട്രി ആണ്. JLP എന്ന് പറയുന്ന അസറ്റ് നമ്മൾ സെയിൽ ചെയ്യുക. സെയിൽ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി, അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു JLP അക്കൗണ്ട്. ഒരു മിനിറ്റ് മക്കളെ. To profit and loss account. Okay, cash account debtor to JLP to profit and loss account. മനസ്സിലാക്കേണ്ട കാര്യം ജേർണൽ എൻട്രിക്ക് ഒരു മാറ്റവും ഇല്ല. നമ്മൾ ഓൾറെഡി എന്താണോ പഠിച്ച അതേ സെയിം ജേർണൽ എൻട്രി ആണ് ഇവിടെ വരുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു JLP ടു P&L അക്കൗണ്ട്. സെയിം ജേർണൽ എൻട്രി. നമ്മൾ എന്താണോ ഓൾറെഡി പഠിച്ച അത് തന്നെയാണ്. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ്. പക്ഷെ ഇവിടെ വേറൊരു എക്സ്ട്രാ ജേർണൽ എൻട്രി ഉണ്ട്. അതായത് നമ്മൾ അസറ്റ് സെയിൽ ചെയ്തപ്പോൾ അസറ്റ് സെയിൽ ചെയ്യുന്നതിന്റെ ജേർണൽ എൻട്രി പഠിച്ചു. പക്ഷെ നോക്കിയിട്ട് നിങ്ങൾ നമ്മളെ ബാലൻസ് ഷീറ്റിൽ ഇപ്പൊ ഒരു JLP റിസർവ് എന്ന് പറഞ്ഞൊരു റിസർവ് ഉണ്ടാവും. ലാബിലിറ്റി സൈഡ് JLP റിസർവ് എന്ന് പറഞ്ഞൊരു റിസർവ് ഉണ്ടാവും. അത് നമ്മൾ എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്താ? JLP റിലേറ്റഡ് എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ JLP റിലേറ്റഡ് ഫ്ലക്ച്വേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മക്കളെ JLP നമ്മൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ JLP റിസർവിന്റെ ആവശ്യമുണ്ടോ? JLP റിസർവിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. കാരണം എന്താണ്? അത് നമ്മൾ എന്തിനാ ക്രിയേറ്റ് ചെയ്തത്? JLP റിലേറ്റഡ് ഫ്ലക്ച്വേഷൻസ് മീറ്റ് ചെയ്യാനാണ്. JLP ഇല്ലെങ്കിൽ പിന്നെ എന്ത് JLP ഫ്ലക്ച്വേഷൻ വന്നിട്ട്? എന്നിട്ട് ഈ റിസർവ് എന്ന് പറയുന്നത് ഇപ്പൊ ഫ്രീ റിസർവ് ആയി. എന്തായി? ഫ്രീ റിസർവ്. ഫ്രീ റിസർവ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന റിസർവ് ആയി. എന്തായി? ഓണേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന റിസർവ് ആയി. നമ്മൾ എന്ത് ചെയ്യണം? ഈ JLP റിസർവ് ഇനി നമുക്ക് ആവശ്യമില്ല. ആവശ്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രീസ് JLP റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സീറോ ആക്കലാണ്. JLP റിസർവിന് ഇപ്പൊ ക്രെഡിറ്റ് ബാലൻസ് ആവുള്ളൂ. നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ജേർണൽ എൻട്രി പാസ് ചെയ്തപ്പോൾ ക്രെഡിറ്റ് അല്ലേ ഉള്ളത്? ക്രെഡിറ്റ് ബാലൻസ്. ആ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം നിങ്ങൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഒന്നുമില്ല. ജനറൽ റിസർവ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി പഠിച്ചില്ല. എന്താ ജേർണൽ എൻട്രി? ജനറൽ റിസർവ് അക്കൗണ്ട് അപ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതന്നെയാണ്. പക്ഷെ പേര് മാറ്റം. എന്ത്? JLP റിസർവ് അക്കൗണ്ട് അപ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് പാർട്ട്നേഴ്സിനാ കൊടുക്കുക? ഓൾഡ് പാർട്ട്നേഴ്സിന്. ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാം ലിങ്ക് ചെയ്യാണ്. അത് നിങ്ങൾക്ക് സ്ലോലായി എടുക്കുന്നത് എപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ മക്കളെ, നമ്മുടെ ഈ നോളജ് വെച്ചിട്ട് നമ്മളിപ്പോ വായിച്ചതിന്റെ നോളജ് വെച്ചിട്ട് നമുക്ക് ഇല്ലസ്ട്രേഷൻ 7ഉം 8ഉം ചെയ്യാൻ പറ്റും. ഇല്ലസ്ട്രേഷൻ 7ഉം 8ഉം ഒന്നുമില്ല, ജസ്റ്റ് JLPന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നതാണ്. ഓക്കെ, അസറ്റ് അക്കൗണ്ട് വാട്ടാവും മേ ബി അവരെന്താ ചോദിക്കുന്നത് അത് പ്രിപ്പയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ആ 7, 8 ഹോംവർക്ക് ആണ്, ചെയ്ത് തീർത്തോളാം. ഓക്കെ ആണോ? ശ്രദ്ധിക്കും.
ഓക്കെ. ഓക്കെ, കേസ് 1 എല്ലാവരും ശ്രദ്ധിക്കാൻ. മക്കൾ നമ്മൾ അന്നെല്ലാം പറയുന്ന പോലെ തന്നെയാണ് എക്സാമ്പിൾസ് പറയാം. ഓക്കെ, റെഡി? എല്ലാവരും റെഡി? റെസ്പോണ്ട് പ്ലീസ്. ഈ റേഷ്യോ കാൽക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ, ഓക്കെ, അടുത്ത ക്ലാസ്, ഇന്ന് രാവിലെ ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല, അടുത്ത ക്ലാസ്സിൽ എന്നെ ഓർമ്മിപ്പിക്കണം ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് മറ്റേ അഡ്മിഷന്റെ കേസിൽ ഞാൻ ഇങ്ങനെ ഇന്നലെ രാത്രി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഓർമ്മ വന്നു. ഓക്കെ, അത് പറഞ്ഞത് എന്റെ കടമയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട അറിയാത്തോണ്ടാന്ന് അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടാന്ന് പറയാത്തത്. അത് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരു ടൈം സിറ്റുവേഷന് കറക്റ്റ് മാച്ചപ്പ് ചെയ്യുന്നില്ല, അതുകൊണ്ട് മാത്രം പറയാത്തത്. ചോദിക്കണം, ചോദിക്കാണ്ട് ഇതിനെ ഓർമ്മ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓർമ്മിപ്പിക്കണം, കാരണം ഇന്ന് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിച്ച്. ഓക്കെ, ഏതോ ഒരു കേസ്, ലാസ്റ്റത്തെ കേസാണ്, കേസ് എഫ് അങ്ങനെ എന്തോ. ഓക്കെ, ഇപ്പോ ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മുടെ കേസ് 1 എന്ന് പറയുന്നത് ഓൾ റേഷ്യോ ഗിവൺ, ദ പേഴ്സൺ ഹൂ റിട്ടയർസ് ഗിവൺ. ഓക്കെ, നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഗിവൺ ടേംസ് ഉണ്ടാവാം. ABC പാർട്ട്നേഴ്സ് എന്ന് പറയും, A റിട്ടയേഴ്സ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ മാത്രം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എങ്ങനെ പുതിയ റേഷ്യോ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ B/C എന്ന് പറയുന്നത് നിങ്ങൾ ഇയാളെ റേഷ്യോ കട്ട് ചെയ്താൽ മതി. നിങ്ങൾ അയാളെ റേഷ്യോ എന്ത് ചെയ്താൽ മതി? കട്ട് ചെയ്താൽ മതി. അതായത് പുതിയ ബിന്റെയും സിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 2:1. വേറൊന്നും ചെയ്യണം, നിങ്ങൾ കാൽക്കുലേഷൻ ഒന്നും ചെയ്യണം. അതായത് ABC ആണ് പാർട്ട്നേഴ്സ്, A റിട്ടയേഴ്സ് എന്ന് മാത്രം പറയുന്നു, വേറെ ഒന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ആരാണോ റിട്ടയർ ചെയ്യുന്നത് അയാളെ ഷെയർ എന്ത് ചെയ്യുക? സ്ട്രൈക്ക് ഓഫ് ചെയ്ത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, സെയിം എക്സാമ്പിൾ 3:2:1. ഓക്കെ, B റിട്ടയേഴ്സ്. ഓക്കെ, അന്നേരം എന്താ പുതിയ റേഷ്യോ? A/C എന്ന് പറയുന്നത് 3:1 ആണ്. നമ്മൾ എന്താ ചെയ്ത? 2 കട്ട് ചെയ്യും, ക്യാൻസൽ. അങ്ങനെ ഓരോരാളെ ഇത് കണ്ടുപിടിക്കുമ്പോഴും ഓരോരാളെ നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കും. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അവരവരെ റേഷ്യോ സ്ട്രൈക്ക് ഓഫ് ചെയ്താൽ മതി, വേറൊന്നും വേണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഗിവൺ ടേമിൽ ഇമ്പോർട്ടൻറ്റ്. കേസ് 2ന്റെ എക്സാമ്പിളാണ് ഞാനിപ്പോ പറയുന്നത്. ടോട്ടൽ നമ്മുടെ കയ്യിൽ 10 ആപ്പിൾസ് ഉണ്ട് എന്ന് വിചാരിക്കും. അത് ABCന്റെ കയ്യിൽ 5, 3, 2 ആ ഉള്ളത്. ഓക്കെ, എപ്പോൾ 10 ആപ്പിൾസ് എന്നുള്ളത് 10 ആപ്പിൾസ് തന്നെ ആയിരിക്കും, അതിനെക്കാട്ടും കൂടാനും പറ്റില്ല കുറയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ABCക്ക് 5, 3, 2 ഉണ്ട്. B റിട്ടയർ ചെയ്യുമ്പോൾ ബിന്റെ കയ്യിൽ 3 ആപ്പിൾ ഉണ്ട്. ആ ബിയിലെ 3 ആപ്പിൾ എന്ത് ചെയ്യണം? എക്കും ബിക്കും കൊടുക്കണം. കാരണം എന്തെങ്കിലല്ലോ 10 ആപ്പിൾ ആവും. എന്നാൽ നമ്മളോട് സ്പെസിഫിക് ആയിട്ട് പറയും, B gave 2 apples to A and 1 apple to C. ഇങ്ങനെ നമ്മളോട് പറയുന്നത് വിചാരിക്കും. ഇങ്ങനെ നമ്മളോട് പറയും, നമ്മൾ എന്താ ചെയ്യാ? എന്റെ പുതിയ ആപ്പിൾ, A's existing apple എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾഡ് ആപ്പിൾ പ്ലസ് ഗെയിൻ, ശരിയല്ലേ? അല്ലെങ്കിൽ ഓൾഡ് റേഷ്യോ പ്ലസ് ഗെയിൻ. അതായത് 5 ഓൾറെഡി ഉണ്ടായത്, എത്ര കിട്ടി? 2 കിട്ടി. എന്നിട്ട് എത്രയായി? A ആയി. അതേപോലെ സിന്റെ എത്രയാ? 2 + 1 that is equal to 3. ഇപ്പൊ എത്രയായി ടോട്ടല്? 10. ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ABC എന്ന് പറഞ്ഞിട്ട് 3 പാർട്ട്നേഴ്സ് ഉണ്ട്. C റിട്ടയർ ചെയ്യുന്നു. സിന്റെ 3 ആപ്പിൾ ഉണ്ട്. ആ 3 ആപ്പിൾ ഓട്ടോമാറ്റിക്കലി C ആർക്ക് കൊടുക്കണം? Aക്കോ Cക്കോ കൊടുക്കണം. ഇവിടെ പറയുന്നത് A 2 ആപ്പിൾ, B 2 ആപ്പിൾ Aക്ക് കൊടുക്കുന്നു, 1 ആപ്പിൾ Cക്ക് കൊടുക്കുന്നു. അന്നേരം നമ്മള് ഇപ്പൊ എന്റെ കയ്യിൽ എത്ര ഉണ്ട്, സിന്റെ കയ്യിൽ എത്ര ഉണ്ടെന്നാണ് നമുക്ക് അറിയേണ്ടത്. എത്രയേ ഉള്ളത്? എന്റെ കയ്യിൽ 7. എങ്ങനെയാ? 5 + 2. സിന്റെ കയ്യിൽ എത്രയുള്ള? 2 + 1. ഓക്കെ ആണോ മക്കളെ? എക്സാമ്പിൾ ശ്രദ്ധിച്ചോ. B get 2/6 from A and C get 1/6 from A. ഞാൻ എന്താ ഇങ്ങനെ കുറെ ടൈം എടുത്തെന്ന് വെച്ചാല്, കാരണം 2/6 + 1/6 എന്ന് പറയുന്നത് നമുക്ക് അയാളെ ഷെയർ കിട്ടണം. എത്രയാണ് അയാളെ ഷെയർ? 3/6. ഓക്കെ, A ആണ് റിട്ടയർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 2 ആളെ ഗെയിൻ തന്നിട്ടുണ്ട്. ഒരാൾക്ക്
അയാളെ റേഷ്യോന്റെ ഇത്ര കിട്ടുന്നത്, അതായത് 2/6 കിട്ടും, മറ്റേയാൾക്ക് 1/6 കിട്ടും. നമ്മൾ എന്താ ചെയ്യേണ്ട ആ കേസിൽ? ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ബീസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു ബിന്റെ ഓൾഡ് ഷെയർ എത്രയാ? 2/6 പ്ലസ് 2/6 എത്രയാണ്? 4/6. ഓക്കെ, സീസ് ന്യൂ ഷെയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? അയാൾ ഓൾഡ് റേഷ്യോ 1/6 പ്ലസ് 1/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/6. എന്നിട്ട് പുതിയ റേഷ്യോ എന്തായിരിക്കും? 4:2 ആയിരിക്കും. മക്കളെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു തന്നിട്ടുണ്ട്, ഗെയിനിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഓക്കെ, ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞു തന്നതാണ്, അല്ലെങ്കിൽ അതായത് അഡ്മിഷൻ എടുക്കുന്ന ടൈം ഞാൻ എടുത്തു തന്നിട്ടുണ്ട്. അന്നേരം ഞാനിപ്പോ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് കേസ് 2 മനസ്സിലായി. ഓക്കെ ആണോ മക്കളെ? റെസ്പോണ്ട്. മക്കളെ ഒരു കാര്യം, ഇവിടെ ഫ്രം എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചു, അതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത ഫ്രം. ഫ്രം എന്ന് പറഞ്ഞിട്ട് വേർഡ് ഉപയോഗിക്കുന്നതിന്റെ ഡയറക്ട്ലി കിട്ടുന്നതാണ്. അവിടെ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയൊന്നും വേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് മൈനസ് ചെയ്താൽ മതി. അവിടെയും നമ്മൾ ഇതേപോലെ തന്നെ പറഞ്ഞു. ഫ്രം എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മൈനസോ ആഡോ ചെയ്യുന്നുണ്ട്. അവിടെ ആഡാന്ന് തോന്നുന്നുണ്ട്, ഓർമ്മയില്ല. ആഡോ മൈനസോ വാട്ടവർ, എനിക്ക് ഓർമ്മയില്ല ശരിക്കും. ഓക്കെ, അതായത് നമ്മുടെ എക്സാമ്പിൾ കേസ് 3ന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 10 ആപ്പിൾസ് ടോട്ടൽ ഉണ്ടാവും. 10 ആപ്പിൾസ് എപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും, ടോട്ടൽ 10 തന്നെ ആയിരിക്കണം. ABC പാർട്ട്നേഴ്സ് ആണ്. ബി റിട്ടയർ ചെയ്യുന്നത്. ബിന്റെ കയ്യിൽ 4 ആപ്പിൾസ് ഉണ്ട്. ഈ 4 ആപ്പിൾസ് എന്ത് ചെയ്യണം? ബി എക്കും സിക്കും കൊടുക്കണം. നേരത്തെ കേസിൽ എന്താ പറയുന്നത് വെച്ചാൽ 4 ആപ്പിൾസ് എങ്ങനെ കൊടുക്കുന്നത് നമ്മളോട് പറയുന്നുണ്ട്. അതായത് 3 ആപ്പിൾസ് എക്കും 1 ആപ്പിൾ സിക്കും ഫോർ എക്സാമ്പിൾ വിചാരിക്കും. അങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ ഈ മെത്തേഡിൽ, തേർഡ് മെത്തേഡിൽ നമ്മളോട് എന്താ പറയുന്നത് വെച്ചാല് B's share അല്ലെങ്കിൽ B's apple will be distributed to A and C in 3:2 ratio. ഓക്കെ, അതായത് ഒരു റേഷ്യോ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നു കൊടുക്കുന്നത്. അതായത് ബിന്റെ കയ്യിലുള്ള 4 ആപ്പിളായിട്ട് കൊടുക്കരുത്, 3:2 റേഷ്യോ കൊടുക്കണം. അതായത് 4ന്റെ 5 ടോട്ടൽ ഷെയർ വരുന്നുണ്ടോ, അതായത് 5 വീതമായിട്ട് കൊടുക്കാനാണ് പറയുന്നത്. 4ന്റെ 3/5 ആർക്ക് കൊടുക്കണം? എ കൊടുക്കണം. 4ന്റെ 2/5 ആർക്ക് കൊടുക്കണം? സി കൊടുക്കണം. അത് നമ്മളിവിടെ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത്, അതായത് എത്രയാണ് ഗെയിൻ കണ്ടുപിടിക്കുക. ഓക്കെ, പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഒന്നുകൂടി ശ്രദ്ധിച്ചോ. എക്കും സിക്കും കൊടുക്കണം ഈ 4 ആപ്പിൾ. എങ്ങനെ കൊടുക്കുന്നത്? 3:2 റേഷ്യോ. 3:2 റേഷ്യോ ആണ് നമുക്കറിയണം. 4ൽ എത്ര ആപ്പിൾ കൊടുക്കുന്നതാണ്. ആ 4 ആപ്പിളിൽ എത്ര കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ എത്ര ഗെയിൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എസ് ഗെയിൻ ഇൻ ആപ്പിൾ എന്ന് വേണമെങ്കിൽ വെറുതെ നമുക്കിപ്പോ തൽക്കാലം എഴുതാം. ഓക്കെ, അതായത് 4 × 3/5. 4 × 3/5 എന്ന് പറയുമ്പം എന്റെ ഓർമ്മയിൽ 2.8 വരും തോന്നുന്നു. 2.4 സോറി 2.4. സീസ് ഗെയിൻ ഇൻ ആപ്പിൾ എന്ന് പറയുന്നത് എത്രയാണ്? 4 × 2/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6. ഓക്കെ, അതായത് 2.4 ഒരു ആപ്പിൾ 4 ആപ്പിളിന്റെ 2.4 ആപ്പിൾ ആർക്കാ കൊടുക്കുന്നത്? എക്ക്. 1.6 ആപ്പിൾ ആർക്കാ കൊടുക്കുന്നത്? സിക്ക്. സാർ ഇത് മുറിച്ചിട്ടാണ് കൊടുക്കുക, അതൊന്നും നോക്കണ്ട മക്കളെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം. ഓക്കെ, അതായത് എന്റെ കയ്യിൽ ഇപ്പൊ എത്ര ആപ്പിൾ ഉണ്ട്? ഏസ് എക്സിസ്റ്റിംഗ് ആപ്പിൾ അല്ലെങ്കിൽ ഏസ് ന്യൂ ആപ്പിൾ എത്രയാണ്? എന്റെ കയ്യിൽ ഇപ്പൊ എത്ര ആപ്പിൾ ഉണ്ടാവും? ഓൾഡ് ആപ്പിൾ പ്ലസ് ന്യൂ, ഓൾഡ് ആപ്പിൾ പ്ലസ് ഗെയിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഓൾഡ് 4 പ്ലസ് 2.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6.4. അതേപോലെ സീന്റെ എത്രയാണ്? സീന്റെ 2 പ്ലസ് 1.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.6. അതായത് ഇപ്പൊ എന്റെ കയ്യിൽ 6.4 ആപ്പിൾ ഉണ്ട്, സീന്റെ കയ്യിൽ എത്ര ഉണ്ട്? 3.6 ആപ്പിൾ ഉണ്ട്. അതായത് ഒരു റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്രയാണ് ഗെയിൻ കിട്ടുന്നത് ഫസ്റ്റ് കണ്ടു. ഇത്രയേ ഉള്ളൂ. ഈ ഗെയിൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത്? ഇതെന്താ ഗെയിൻ എന്ന് വെച്ചാല് retiring partner share into its ratio. ഫോർമുല ആയിട്ടെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മെനക്കാടാണ്. ഞാനിപ്പോ ഫോർമുല ആയിട്ടൊന്നും പറയുന്നില്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് ഇപ്പൊ എന്താണോ ചെയ്തത് അപ്പോൾ അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്, പക്ഷെ ഞാൻ മാറ്റൊന്നും ചെയ്യില്ല. ഓക്കെ, ശ്രദ്ധിക്കല്ല. കേസ് 3 ഗിവൺ. ഓക്കെ, കേസ് 3 മക്കളെ ഇത് മനസ്സിലായില്ലേ? ഇത് വേണ്ടവർ നോട്ട് ചെയ്താൽ മതി, ഇതൊന്നും അങ്ങനെ നോട്ട് ചെയ്യൊന്നും വേണ്ട. പൊതുവെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടൊന്ന് നമ്മൾ ആ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഗിവൺ ഓൾഡ് റേഷ്യോ, retiring partner
റിട്ടയറിംഗ് പാർട്ട്ണർ ഷെയർ എന്തായാലും തരൂ, കാരണം റിട്ടയറിംഗ് പാർട്ട്ണറിന്റെ പേര് പറയുമല്ലോ. പിന്നെ റേഷ്യോ ഇൻ വിച്ച് പാർട്ട്നേഴ്സ് ഗെയിൻ, റേഷ്യോ ഇൻ വിച്ച് പാർട്ട്നേഴ്സ് ഗെയിൻ, ഇതാണ് സംഭവം. റേഷ്യോ ഇൻ വിച്ച് പാർട്ട്നേഴ്സ് ഗെയിൻ. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, ഇങ്ങനെ ഞാൻ തരാം ക്വസ്റ്റ്യൻ, റേഷ്യോ തരൂ. അവിടെ എന്തായാലും സ്പെസിഫിക് ആയിട്ട് എത്ര കൊടുക്കുന്നതും തരും. ഇവിടെ എന്തായാലും റേഷ്യോ, ഫോർ എക്സാമ്പിൾ A:B:C, 3:2:1, B retires and is okay 2:1 ratio ആക്കാം. ഓക്കെ 2:1 ratio. ഓക്കെ ശ്രദ്ധിക്കേ, B retires and his share is taken in 2:1 ratio. അന്നേരം നമ്മൾ എന്ത് ചെയ്യും, ഗെയിൻ കണ്ടുപിടിക്കാം. ഗെയിൻ എങ്ങനെയാ കണ്ടുപിടിക്കാം? ഓക്കെ, ആരാ റിട്ടയറിംഗ് പാർട്ട്ണർ? ബി. അന്നേരം ബിന്റെ ഷെയർ എടുക്കാം 2/6. അതിന്റെ 2/3 ആണ് ആർക്ക് കിട്ടുക? എക്ക് കിട്ടുക, അതായത് 4/18 കിട്ടും. ഓക്കെ, സിന്റെ ഗെയിൻ എന്ന് പറയുന്നത് 2/6 into 1/3, that is equal to 2/18 കിട്ടും. ഓക്കെ, ഇനി A's new share is equal to 3/6 plus 4/18, that is equal to LCM 18. 6 3 3 times 3 into 3 plus 4 into 1, that is equal to 6. 3 3 are 9, 9 plus 4 13, 13/18. ഓക്കെ, നിങ്ങൾക്ക് മെല്ലെ ചെയ്താൽ മതി, ഇതൊന്ന് ടൈം എടുക്കൂ. ഞാൻ ചിലപ്പോൾ സ്ലോ ആയിക്കോട്ടെ, ചെറിയാളെ സംബന്ധിച്ചിടത്തോളം പറയണ്ട. 1/6 plus 2/18, that is equal to 18 LCM, that is 3 times 3 into 1 plus 2 into 1, that is equal to 5/18. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 13:5. 13:5. ഓക്കെ, 13:5. മക്കളെ മനസ്സിലാകുന്നുണ്ടോ പറയുന്നത് ചെയ്യുന്നത്? നമ്മള് സാധാരണ ന്യൂ റേഷ്യോ, ഓൾഡ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ എല്ലാം കണ്ടുപിടിക്കും. പോയിന്റ്സ് ടു ബി നോട്ടഡ് എന്ന് പറയുന്നത് വെച്ചാൽ റേഷ്യോ തന്നത് തന്നെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ട് തന്നത് 1/2, 1/5, 2/10 ഇങ്ങനെയാണ് റേഷ്യോ തന്നെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ABC പാർട്ട്നേഴ്സിന്റെ റേഷ്യോ വന്നത് ഇങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് വെച്ചിട്ട് ആൻസർ ഒന്നും ചെയ്യാൻ തുടങ്ങിയേക്കല്ല. ഫസ്റ്റ് ഇത് എന്ത് ചെയ്യണം, LCM കോമൺ ആക്കണം. എന്ത് ചെയ്യണം, LCM കോമൺ ആക്കണം. അങ്ങനെ LCM കോമൺ ആക്കാം. ഇവിടെ LCM 10 തന്നെ കിട്ടും നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 1/2 10ലേക്ക് ആക്കണമെങ്കിൽ 5/5 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 5/10 കിട്ടും. ഓക്കെ, 1/5 10ലേക്ക് ആക്കണമെങ്കിൽ ഇൻറ്റു 2 ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടും? 2/10 കിട്ടും. അതായത് 2/10 ഓൾറെഡി 2/10 ആയിട്ട് തന്നെ ഉള്ളു. അന്നേരം റേഷ്യോ എന്ന് പറയുന്നത് 5:2:2. ഓക്കെ, 5:2:2 ആണ് റേഷ്യോ. ഓക്കെ, 5:2:2 ആണ് റേഷ്യോ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. മക്കളെ ഇത് ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ മൈൻഡിൽ നിന്ന് എടുത്തുകൊണ്ടാണ്, ഡിനോമിനേറ്റർ ടാലി ഒന്നും ആവുന്നില്ല നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ, പക്ഷെ നിങ്ങൾക്ക് ടാലി ആവും. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും, അതായത് ഇവിടെ 3/10 വേണ്ടത്, ഇവിടെ 3/10 അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണ്. ഓക്കെ, 3/10 ആകുമ്പോൾ 5:2:3 എന്ന് പറയുമ്പോൾ 10 കിട്ടും. ഓക്കെ, ഇതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നിങ്ങൾ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. ഓക്കെ, അല്ലാണ്ട് നിങ്ങൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളെല്ലാം ഫ്ലോപ്പ് ഓഫ് ദി സീസൺ. മക്കളെ മനസ്സിലാവുന്നുണ്ട് ഇതുവരെ? എല്ലാവരും ഓക്കെ ആണോ? റെസ്പോണ്ട് പ്ലീസ്. നമ്മൾ JLP എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തു. എന്നിട്ട് JLP എന്ത് ചെയ്ത് നമ്മൾ റിട്ടയർമെന്റ് സ്റ്റേജിൽ സറണ്ടർ ചെയ്തു. സറണ്ടർ ചെയ്തതാണ് നമുക്ക് ആ ഫുൾ പൈസ തിരിച്ചു. ഫുൾ പൈസ എന്ന് പറഞ്ഞാൽ എത്രയാണോ നമുക്ക് അവര് അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നത് അത് നമുക്ക് കിട്ടും.
ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ വിചാരിക്കും, അതായത് നമുക്ക് കിട്ടുന്നത് എന്തെങ്കിലും എമൗണ്ട് ആയിക്കോട്ടെ, ബാലൻസ് ഷീറ്റ് ഓൾറെഡി ഉണ്ടാവില്ല കാരണം എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. കേസ് 1 ആണ് ഞാൻ പറയുന്നത്. ഒരു പുതിയ ജേർണൽ എൻട്രിയും കൂടി നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താ ജേർണൽ എൻട്രി? സർ ഇതൊരു അൺറെക്കോർഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തോ. അൺറെക്കോർഡ് അസറ്റാ സർ, ഇത് അൺറെക്കോർഡ് അസറ്റ് ആണോ? ബാലൻസ് ഷീറ്റ് ഇല്ല, അൺറെക്കോർഡ് അല്ലേ, പിന്നെ അന്നേരോ ആ അൺറെക്കോർഡ് ആയിട്ടും ചെയ്യാൻ എങ്ങനെ ചെയ്യാന്നേരോ? ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ അസറ്റിന്റെ ജേർണൽ എൻട്രി എന്താ? അസറ്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു റീവാലുവേഷൻ, അസറ്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു റീവാലുവേഷൻ. സർ ഇവിടെ JLP എന്ന് പറഞ്ഞാൽ അസറ്റ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത്? അല്ലല്ല, അസറ്റ് ഇല്ല. JLP സറണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. അന്നേരം എന്താ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു റീവാലുവേഷൻ. സർ അങ്ങനെ ചെയ്യാൻ പറ്റും? ആ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ചോ. അതായത് JLP എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തു, എന്നിട്ട് അത് നമുക്കത് കിട്ടുമ്പോൾ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു JLP റിസീവ്ഡ് എന്നല്ലേ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ അതൊരു അൺറെക്കോർഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഏതാ അൺറെക്കോർഡ് അസറ്റ്? JLP തന്നെയാണ്. പക്ഷെ JLP അല്ലേ കിട്ടുന്നത്, നമുക്ക് പൈസയാണ് കിട്ടുന്നത്, ക്യാഷും അണ്ടർകോഡ് അസറ്റ് തന്നെയല്ലേ. അന്നേരം അണ്ടർകോഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തോ. എന്താ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു റീവാലുവേഷൻ. എന്താ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ്. ക്യാഷ് കൂടുന്നതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ചെയ്യുക, റീവാലുവേഷൻ ക്രെഡിറ്റ് ചെയ്താൽ. സർ മനസ്സിലാകുന്നില്ല സർ, അതെങ്ങനെ ശരിയാവാം? വെയിറ്റ് ശ്രദ്ധിക്കും. ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ തന്നെ ആൻസർ പറയും, പേടിക്കുക വേണ്ട. സാധാരണ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് JLP റിസീവ്ഡ്. നെക്സ്റ്റ് ജേർണൽ എൻട്രി JLP റിസീവ്ഡ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു profit and loss account, profit and loss account update to partners capital account. ലാസ്റ്റ് ഇമ്പാക്ട് ആർക്കാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനിയിപ്പോ നമ്മൾ അണ്ടർകോഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു റീവാലുവേഷൻ. ഓക്കെ, ഇപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യണം. ക്രെഡിറ്റ് ബാലൻസ് എന്നാൽ ക്രെഡിറ്റ് സൈഡ് കൂടിക്കാൻ പ്രോഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? അത് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ജേർണൽ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് അപ്ഡേറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ശരിയല്ലേ? റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ആർക്കുള്ളതാ? പാർട്ട്നേഴ്സിനുള്ളത്. പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഈ രണ്ട് ജേർണൽ എൻട്രി എഴുതുന്നതും ഇത്ര ജേർണൽ എൻട്രി എഴുതുന്നതും സെയിം ആണ്. എങ്ങനെ പ്രൂവ് ചെയ്യാം? വെയിറ്റ് ചെയ്യ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഓക്കെ, ഇതൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ നോളജ് കിട്ടൂ, അല്ലെങ്കിൽ നമുക്ക് ഇത് കിട്ടൂ. ഞാൻ ഡയറക്റ്റ് ജേർണൽ എൻട്രി പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ബൈഹാർട്ട് ചെയ്യിപ്പിക്കുന്നില്ല, ഞാൻ റിലേറ്റ് ചെയ്യും. എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ റിലേറ്റ് ചെയ്തിരുന്നു അങ്ങനെ ആർന്നൊന്നും ചിന്തിക്കണ്ട. പക്ഷെ നിങ്ങൾ ചെയ്ത് നമ്മൾ ബൈഹാർട്ടാണ്, അല്ലാണ്ട് വെറുതെ ബൈഹാർട്ടാക്കാൻ പറ്റില്ല. ഇത് ഇതിങ്ങനെയാണ്, ഇത് അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് ബൈഹാർട്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? കുറെ ബൈഹാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തല ഇങ്ങനെ വണ്ണം വെച്ചു. ഓക്കെ, തല വണ്ണം വെക്കുന്നല്ല, നമ്മുടെ പ്രഷർ കൂടി. ശ്രദ്ധിച്ചോ, ഞാൻ അങ്ങനെ ആ ജേർണൽ എൻട്രിയിലേക്ക് എത്തുന്നു. നോക്കി, അതിന്റെ ഇമ്പാക്ട് സെയിം ആണ്. JLP റിസീവിന് ക്രെഡിറ്റ് ആവുള്ളൂ. JLP റിസീവിന് ക്രെഡിറ്റ് ഉണ്ട്, അതേപോലെ ഇവിടെയും ഡെബിറ്റ് ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്തു. P&L അക്കൗണ്ട് ഇവിടെ ഡെബിറ്റ് ഉണ്ട്, ഇവിടെയും P&L അക്കൗണ്ട് ക്രെഡിറ്റ് ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്തു. മക്കളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ക്യാൻസൽ ചെയ്തത്? ഇപ്പൊ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. നിങ്ങൾ നോക്കിയാട്ടെ, റീവാലുവേഷൻ ക്രെഡിറ്റ് ഉണ്ട്, റീവാലുവേഷൻ ഡെബിറ്റ് ഉണ്ട്. എന്താ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സെയിം ഇമ്പാക്ട് അല്ല മക്കളെ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ രണ്ട് രീതി ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു പ്രീമിയം JLP എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇൻകം ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരു അൺറെക്കോർഡ് അസറ്റ് ട്രീറ്റ്മെന്റ്. ബെറ്റർ അൺറെക്കോർഡ് അസറ്റ് ആണ്, കാരണം ICIന്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയറും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്യുന്നതിന് ബെറ്റർ. പക്ഷെ തെറ്റില്ല, രണ്ടും ആൻസർ കറക്റ്റാ. നിങ്ങൾ ആ ചിന്തിച്ചു നോക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നല്ല. അതായത് ആഫ്റ്റർ റിട്ടയർമെന്റ് നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാക്കണം. ആഫ്റ്റർ റിട്ടയർമെന്റ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാക്കണം. കാരണം മക്കളെ, നമ്മൾ ജനറൽ റിസർവ് ട്രീറ്റ് ചെയ്തു, റീവാലുവേഷൻ പ്രോഫിറ്റ് ട്രീറ്റ് ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്തു, അങ്ങനെ പല ഐറ്റംസും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്ണറുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കൊലാബറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ആയിരിക്കും. കുറെ കാര്യങ്ങൾ അതിലുണ്ടാവും. എന്നാൽ അതൊരു ഒരു റേഷ്യോ, ഒരു പ്രൊപ്പോർഷൻ ഒന്നും ആയിരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലേക്ക് മാറ്റണം. ഇതാണ് എന്ത് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ സെയിം സംഭവം അഡ്മിഷനിലും പഠിച്ചു. ആഫ്റ്റർ അഡ്മിഷൻ നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ മിക്സ്ചർ ആയിരിക്കും. അതെന്ത് ചെയ്യണം? രണ്ട് ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലേക്കാക്കും. അത് നമ്മൾ ഓൾറെഡി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല, സെയിം ടൈപ്പാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. അതായത് ശ്രദ്ധിക്കും, ഫസ്റ്റ്
ഇതിൽ നിങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മളെ ബേസ് അങ്ങനെയാണ്. ഓക്കെ, അതാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. നിങ്ങൾ അത് ഇല്ലാണ്ടാക്കരുത്, അത്രമാത്രം എനിക്ക് പറയാം. ക്യാപിറ്റൽ അക്കൗണ്ട്, ഓക്കെ, അതായത് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഓക്കെ, ബി റിട്ടയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബീനെ ഞാൻ എന്ത് ചെയ്ത് റൗണ്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് എവർ വാല്യൂ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ അഡ്ജസ്റ്റ്മെന്റും ചെയ്യാം, അതിനുശേഷം ബാലൻസ് ചെയ്യാം. To balance carried on, for example balance carried on, പിന്നെ balance carried on എന്ന് പറയുന്നത് 85,000, okay, 62,000, ഓക്കെ. എൻ്റെയും സിൻ്റെയും പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ മക്കളെ, ശരിയല്ലേ? ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ? എല്ലാവരും ക്ലാസ്സിലുണ്ടാ? ശ്രദ്ധിക്ക്. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യുക. 85,000, 65,000. ഓക്കെ, ഞാൻ ചെയ്യുന്നത് ശരിയല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ത് ചെയ്യാം, ഒന്നും കൂടി ബാലൻസ് ചെയ്യാം. ടു ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, എക്സാമ്പിൾ ആണ്, ശ്രദ്ധിക്കുക എല്ലാവരും. നിങ്ങളൊന്നുമില്ലേ, ഒരു ഉഷാറില്ല മക്കൾ. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഫസ്റ്റ് കേസിൽ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന്, ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം ഈസ് ഫിക്സ്ഡ് അറ്റ് 1,20,000. നമ്മളോട് ഒരു ഇത്രയാണ് ഫിക്സ് ചെയ്തത്. ആ ഫിക്സ് ചെയ്തത് എന്ത് ചെയ്യുക, രണ്ട് പാർട്ട്നേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഒന്നതാണ്. രണ്ടാമത്തെ, അത് രണ്ടും സെയിം ആണ്. ഈ രണ്ടും സെയിം ട്രീറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് രണ്ടും ഒന്നിച്ച് പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ പറയും ക്യാപിറ്റൽ ഓഫ് ദി ന്യൂ ഫേം ഷുഡ് ബി സെയിം ആസ് ബിഫോർ റിട്ടയർമെന്റ്. സെയിം ആസ് ബിഫോർ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബാലൻസ് ഷീറ്റ് തരും. അതിൽ മൂന്ന് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഉണ്ടാവും. ആ മൂന്ന് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഫോർ എക്സാമ്പിൾ 90,000, 20,000, 10,000 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ബി റിട്ടയർ ചെയ്താലും നമ്മുടെ ക്യാപിറ്റൽ എത്രയായിരിക്കണം? 1,20,000 ആയിരിക്കണം. 1 lakh ആയിരിക്കരുത്, 1,20,000 തന്നെ ആയിരിക്കണം. ചില ആളുടെ ഡൗട്ട്, സർ ബി റിട്ടയർ ചെയ്യില്ലേ, ബിന്റെ ക്യാപിറ്റൽ കൂട്ടണോ? ബിന്റെ ക്യാപിറ്റലിന്റെ എമൗണ്ടും കൂട്ടണം 1,20,000. ഈ 1,20,000 ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരെന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ എയും സിയും കൂടി ചിലപ്പോൾ ക്യാഷ് കൊണ്ടുവരേണ്ടി വരും, ചിലപ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടി വരും. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? ഉറപ്പല്ലേ? 1,20,000 എടുക്കേണ്ടത് 1 lakh അല്ല. ശ്രദ്ധിച്ചോ, 1,20,000 എടുക്കേണ്ടത് 1 lakh അല്ല. കാരണം ചില ആളെ ഡൗട്ട് ഇതാ വരാം. ഞാൻ പ്രോബ്ലത്തിലേക്കാ പോകുന്നത്. ശ്രദ്ധിക്ക്, നമ്മളോട് പറയുന്ന 1,20,000 ആണ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം. ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം എത്രയാണ്? 1,20,000. എത്രയാ റേഷ്യോ? A:C എന്ന് പറയുന്നത് 2:1 ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട 3 ഷെയർ ആണ്. എത്രയാണ്? 3 ഷെയർ. ഓട്ടോമാറ്റിക് മനസ്സിലാക്കണം. 1 ഷെയറിന്റെ പൈസ എത്രയാണ്? 1 ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? 1,20,000 ഡിവൈഡ് ബൈ 3. അതായത് 3 ഷെയറിന് നമ്മൾ കൊണ്ടുവരുന്നത് 1,20,000 ആണെങ്കിൽ 1 ഷെയറിന് എത്രയാണ് കൊണ്ടുവരേണ്ടത്? 40,000 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ 2 ഷെയറിനോ? 40,000 into 20. ഓക്കെ, സമ്മറി എന്ന് പറയുന്നത്, 1 line സമ്മറി എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1,20,000 ആണ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം. 3 ഷെയറിന് അവർ എത്ര കൊണ്ടുവരാം? 3 ഷെയർ ആണ് ടോട്ടൽ ഷെയർ. കാരണം 2:1 എന്ന് പറയുമ്പോൾ 3. എന്നാൽ 1 ഷെയറിന് എത്ര കൊണ്ടുവരേണ്ടത്? 1,20,000 ഡിവൈഡ് ബൈ 3. അതായത് ഒരാൾ 40,000 കൊണ്ടുവന്നതിനാൽ 3 ഷെയർ ഉണ്ടെങ്കിൽ 1,20,000 ആവും. അങ്ങനെയാണെങ്കിൽ സി കൊണ്ടുവരേണ്ടത് 40,000, എ കൊണ്ടുവരേണ്ടത് എത്രയാ? എ കൊണ്ടുവരുന്നത് എത്രയാ? 40,000 into 2. നിങ്ങൾക്ക് ഇത് ഫോർമുല ആയിട്ട് പഠിക്കണം, ഒന്നുമില്ല. A's ന്യൂ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു, എനിക്ക് ഈ ഫോർമുല പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മക്കളെ, ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം ഇൻടു ഹിസ് ഷെയർ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ 1,20,000 into 2/3, that is equal to 80,000. അതേപോലെ 1/3 ചെയ്തതിനാൽ ആദ്യം കിട്ടും, രണ്ടാമത്തെ പാർട്ട്ണറിന്റെയും ക്യാപിറ്റൽ കിട്ടും. ഫോർ എക്സാമ്പിൾ, പുതിയ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവേണ്ടത് 80,000 40,000 ആണ്. എത്ര ഉണ്ടാവേണ്ടത്? 80,000 40,000. ശ്രദ്ധിക്കുക എല്ലാവരും. അതായത് പുതിയ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 80K എന്ന് എഴുതണം, ഇവിടെ 40K എന്ന് എഴുതണം.
ഓക്കെ, നമ്മൾ നേരത്തെ അഡ്മിഷനിൽ പഠിച്ച സെയിം കോൺസെപ്റ്റ് ആണ്. എ എന്ന് പറയുന്ന പാർട്ണറിന്റെ ക്യാപിറ്റൽ 85,000 ഉള്ളത്. എത്രയാണ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 80,000. ഓക്കെ, 85,000 ഉള്ളത്, 80,000 ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ കൂടുതലാ ഉള്ളത്, അന്നേരം അവർക്ക് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്തിട്ട് പോവാം. ഓക്കെ, ഒന്നെങ്കിൽ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ത്രൂ അഡ്ജസ്റ്റ്മെന്റ്. വിഡ്രോ ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. ഇതിൽ സെയിം നമ്മൾ പഠിച്ചത് തന്നെ. എത്രയാണ് വരാ? 5,000. ഓക്കെ, 85,000 ഉള്ള ആള് 80,000 മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 5,000 വിഡ്രോ ചെയ്തോ. അതേപോലെ 65,000 ആണ് അടുത്ത പാർട്ട്ണറിനുള്ളത്. ഓക്കെ, അയാൾക്ക് എത്ര മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 40,000. അന്നേരം അയാളും എത്ര വിഡ്രോ ചെയ്യണം? 25,000 വിഡ്രോ ചെയ്യണം. മക്കളെ, ഇതൊരു ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് ആണ്. ചിലപ്പോ ഒരാൾ വിഡ്രോ ചെയ്യലും ഒരാൾ കൊണ്ടുവരുത്തുമായിരിക്കും, ചിലപ്പോൾ രണ്ടാളും വിഡ്രോ ചെയ്യലായിരിക്കും, ചിലപ്പോൾ രണ്ടാളും കൊണ്ടുവരുത്തായിരിക്കും. വാട്ട് എവർ മേ ബി, വി വിൽ ഡു. ഓക്കെ, വി വിൽ ഡു ബിക്കോസ് വി നോ കൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ 5,000 25,000 നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് ക്യാഷ് ഒന്നും കുറക്കും. ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഫസ്റ്റ് വൺ ഫിനിഷ്ഡ്. റെസ്പോണ്ട് ചെയ്യും. ഞാൻ ഒന്ന് ഫോണിന്റെ അടുത്ത് പോയി.